മെയ് 26 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അൽബയൂസ്, വിശുദ്ധ ബെക്കൻ, വിശുദ്ധ ബെറൻകാർഡൂസ്, വിശുദ്ധ ഡൈഫാൻ, വിശുദ്ധ എലുവത്തേരിയൂസ്, വിശുദ്ധ ഫിലിപ്പ് നേരി. വിശുദ്ധ ഫിലിപ്പ് നേരി 1515-1595 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഫിലിപ്പ് നേരി ജീവിച്ചിരുന്നത്. എളിമയ്ക്കും സന്തുഷ്ടിക്കും പ്രസിദ്ധനും റോമായുടെ അപ്പസ്തലനുമായ ഫിലിപ്പ് നേരി 1515 ഫ്ലോറൻസിയിൽ ഒരു കുലീന കുടുംബത്തിൽ ജാതനായി. 5 വയസ്സ് മുതൽ യാതൊരു കാര്യത്തിലും ഫിലിപ്പ് മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരുന്നിട്ടില്ല. വ്യാകരണവും സാഹിത്യ പഠനവും കഴിഞ്ഞ് ഫിലിപ്പിനെ മോണ്ടെ കസീനയിലുള്ള ചിറ്റപ്പന്റെ അടുക്കിലേക്ക് പിതാവ് അയച്ചു. അന്ന് ഫിലിപ്പിന് 18 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ചിറ്റപ്പന്റെ അവകാശിയായി സസുഖം ജീവിക്കാമായിരുന്നെങ്കിലും പൗരോഹിത്യത്തെ ആഗ്രഹിച്ച ഫിലിപ്പ് റോമിൽ പോയി ഒരു ഫ്ലോറന്റൈൻ പ്രഭുവിന്റെ വീട്ടിൽ താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും ഉപരിപഠനം നടത്തുകയും ചെയ്തു. അവിടെ താമസിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ റോമിലും ഫ്ലോറൻസിയിലും പരന്നു. എല്ലാവരും അദ്ദേഹത്തോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഫിലിപ്പ് വ്യർത്ഥ ഭാഷണത്തിന്റെ ദോഷങ്ങളെപ്പറ്റി ബോധവാനായിരുന്നു. പ്രാർത്ഥനയും ഉപവാസവും ഇന്ദ്രിയ നിഗ്രഹവും വഴിയാണ് തന്റെ കന്യാത്വം അഭംഗമായി പാലിച്ചത്. ദേവാലയ സന്ദർശനവും ആശുപത്രി സന്ദർശനവുമായിരുന്നു അദ്ദേഹത്തിന്റെ വ്യായാമം. ഒരു യുവ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ തെരുവീഥികളിൽ നിന്ന് ആത്മാക്കളെ ദൈവത്തിന് നേടുന്നതിന് പരിശ്രമിച്ചിരുന്നു. ഒരു അൽമായൻ എന്ന നിലയിൽ ദൈവത്തെ ശുശ്രൂഷിക്കാൻ എളിമ ഫിലിപ്പിനെ പ്രേരിപ്പിച്ചുവെങ്കിലും 36-ാമത്തെ വയസ്സിൽ ആത്മീയ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വൈദികനായി അദ്ദേഹത്തോടു കൂടി താമസിച്ചു. അത് അദ്ദേഹം സ്ഥാപിച്ച ഓററ്റോറിയൻ സഭയുടെ അടിസ്ഥാനമായി. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു. പലപ്പോഴും സമാധി ഉണ്ടായിരുന്നതിനാൽ കുർബാനയ്ക്ക് 2 മണിക്കൂർ എടുത്തിരുന്നു. തന്നിമിത്തം സ്വകാര്യമായിട്ടാണ് അദ്ദേഹം കുർബാന ചൊല്ലിയിരുന്നത്. 1564 ഓററ്റോറിയൻ സഭ രൂപം പ്രാപിച്ചു. ചരിത്രകാരനായ കാർഡിനൽ ബറോണിയൂസ് അതിലെ അംഗവുമായിരുന്നു. ചരിത്രമെഴുതാൻ ഫാദർ ഫിലിപ്പ് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. മരണം വരെ ഫാദർ ഫിലിപ്പ് തന്നെയായിരുന്നു ഓററ്റോറിയുടെ ജനറൽ. താൻ ഒരു പുണ്യവാനാണെന്ന് ജനസംസാരമുണ്ടായപ്പോൾ തെരുവീതിയിൽ നിന്ന് ബിയർ കുടിച്ചുകൊണ്ട് ഒരു പാപിയാണെന്ന് ഭാവിച്ചിരുന്നു. ഒരിക്കൽ ദൈവമാതാവ് ഫാദർ ഫിലിപ്പിന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അങ്ങ് എന്റെ അടുക്കൽ വരാൻ ഞാൻ എന്ത് ചെയ്തു? മുറിയിലുണ്ടായിരുന്ന വിശുദ്ധന്മാരും മറ്റ് ദൈവമാതാവിനെ കണ്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഈ സംഗതി ആരോടും പറയരുതെന്ന് അവരോട് അഭ്യർത്ഥിച്ചു. കാർഡിനൽ ബറോണിയസ് തിരുപ്പാതയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കണ്ടാലും എന്റെ സ്നേഹമേ, കണ്ടാലും എന്റെ സ്നേഹമേ, എന്റെ ആത്മാവിന്റെ ഏക ആനന്ദം ഇതാ വരുന്നു. എന്റെ സ്നേഹം എനിക്ക് വേഗം തരിക. ലൂതറിന്റെ വിപ്ലവം വരുത്തിയ നാശം പരിഹരിക്കാൻ വളരെയേറെ പ്രവർത്തിച്ച ഈ വിശുദ്ധൻ മുൻകൂട്ടി അറിയിച്ചിരുന്നത് പോലെ 1595 മെയ് 26-ാം തീയതി സൂര്യോദയത്തിനു മുൻപ് ദിവംഗതനായി. 1622 മെയ് 12-ന് ഗ്രിഗറി 15-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം നമുക്ക് ഈ വാക്കുകൾ വിചിന്തനം ചെയ്യാം. ഫാദർ ഫിലിപ്പിന്റെ തമാശകളും വിശുദ്ധിയോടുകൂടെ എങ്ങനെ യോജിച്ചുപോയി എന്ന് ചിലർ ചോദിക്കാറുണ്ട്. വിശുദ്ധി വിഷാദാത്മകമല്ല. വിശുദ്ധി ഫിലിപ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു: ഇന്ന് ഞാൻ പൂർത്തിയാക്കിക്കൊള്ളട്ടെ, നാളത്തെ കാര്യം എനിക്ക് ഭയമില്ല. വിശുദ്ധനായ ഫിലിപ്പ് നേരിയെ ലോകസമാധാനത്തിന് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.